ഹലോ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പരിസരത്തുള്ള ഒരു ഷോപ്പോ സ്ഥാപനമോ നിങ്ങളെപ്പോൾ നോക്കിയാലും അതിൻ്റെ അകത്ത് വേണ്ടത്ര കസ്റ്റമേഴ്സ് ഒന്നുമില്ല. അവർ വെറുതെ അതിങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുമ്പോഴൊന്നും അതിൻ്റെ അകത്ത് കസ്റ്റമേഴ്സ് ഇല്ല. പക്ഷെ അവർ വർഷങ്ങളായിട്ട് ആ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. എന്താണ് ഇവരുടെ സീക്രട്ട്? അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അവരുടെ സീക്രട്ട് വേറെ ഒന്നുമല്ല, വില കൂടിയ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളും സർവീസുകളുമാണ് അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രൈസ് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റുകളെയും സർവീസുകളെയും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ലോ ടിക്കറ്റ് പ്രൊഡക്റ്റ് സർവീസ്, രണ്ട് ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് സർവീസ്. ലോ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ പ്രൈസ് പോയിൻ്റുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും. ഹൈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വില കൂടിയ പ്രൈസ് പോയിൻ്റുള്ള പ്രൊഡക്റ്റുകളും സർവീസും. ഞാനൊരു ഉദാഹരണത്തിലൂടെ ഇത് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ആക്സസറീസിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഓൺലൈനിൽ സെല്ല് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ഐഫോണിൻ്റെ കേസ് 200 രൂപയ്ക്കും വിൽക്കാം, അതുപോലെ തന്നെ 2000 രൂപയ്ക്കും വിൽക്കാം. ഇത് രണ്ടിനും കസ്റ്റമേഴ്സ് ഉണ്ട്. 200-ന് വാങ്ങുന്ന കസ്റ്റമേഴ്സും ഉണ്ട്, 2000-ൻ്റെ വാങ്ങുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. 200 രൂപയ്ക്ക് നമ്മൾ വിൽക്കാൻ നേരത്ത് നമ്മളുടെ ലാഭം ഒരു പക്ഷേ 100 രൂപയായിരിക്കും. 2000-ൻ്റെ ഐഫോൺ കേസ് വിൽക്കാൻ നേരത്ത് നമ്മളുടെ ലാഭം 1000 രൂപയായിരിക്കും. അതായത് 200-ൻ്റെ വിൽക്കുന്നതിലും 10 മടങ്ങ് അധിക ലാഭം നമുക്ക് ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള 2000-ൻ്റെ ഐഫോൺ കേസ് വിറ്റപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇതാണ് ഹൈ ടിക്കറ്റിൻ്റെ ഒരു ബെനിഫിറ്റ്. നമുക്ക് 10 മടങ്ങ് പ്രോഫിറ്റ് വരെയാണ്. അതായത് അധിക വിലയ്ക്ക് അധിക പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന പ്രൈസ് പോയിൻറ്റിലുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ നിങ്ങൾ സെല്ല് ചെയ്തേക്കണേ 2000 രൂപയ്ക്ക്. ഇത്തരം ബിസിനസ്സുകൾ പലരും റൺ ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഇല്ലീഗൽ ബിസിനസ്സൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർ സർവൈവ് ചെയ്ത് പോകുന്നത്. അതൊന്നുമല്ല റീസൺ. അവർക്ക് ഈ പറയത്തൊക്കെ വേണ്ടത്ര എണ്ണം കസ്റ്റമേഴ്സിനെ വേണ്ട, കട നിറച്ച ആളെ ആവശ്യമില്ല അവർക്ക്. അവരുദ്ദേശിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം കസ്റ്റമേഴ്സ് ഒരു നിശ്ചിത നമ്പറിൽ മാത്രം കിട്ടിയാൽ തന്നെ അവരുടെ ഇൻകം ഗോൾ അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവരുടെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ വേറെ ഇല്ലീഗൽ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. ഇതാണ് ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളും സർവീസുകളും സെല്ല് ചെയ്യലാണ് അവരുടെ പ്രധാനമായിട്ടുള്ള സീക്രട്ട്. 10 മടങ്ങ് ലാഭം കിട്ടും. ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ തന്നെ 200-ൻ്റെ ഐഫോൺ കേസും നിങ്ങൾക്ക് വിൽക്കുക, 2000-ൻ്റെ ഐഫോൺ കേസും വിൽക്കുക. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരെണ്ണത്തിൽ നമുക്ക് 100 രൂപ ലാഭമുണ്ട്, മറ്റേതിൽ 1000 രൂപ ലാഭമുണ്ട്. ഈ സെയിം ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, 2000 രൂപയുടെ ഐഫോൺ കേസ് നമുക്ക് 1000 രൂപ ലാഭം ഒറ്റ ഓർഡറിൽ നിന്ന് കിട്ടുകയാണ്. ഇൻഡിവിജ്വലി ഓർഡറിൽ നിന്ന് പെർ സെയിലിൽ നിന്ന് നമുക്ക് 1000 രൂപ കിട്ടുകയാണ്. പക്ഷേ ഇതേ പ്രോഫിറ്റ് നമ്മൾ ലോ ടിക്കറ്റിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഓർഡറിൽ നിന്ന് നമുക്ക് കിട്ടില്ല. നമ്മൾ 10 കസ്റ്റമറെ കണ്ടെത്തേണ്ടതായിട്ട് വരും. 10 മടങ്ങ് അധികം കസ്റ്റമേഴ്സിനെ കണ്ടെത്തേണ്ടതായിട്ട് നമുക്ക് വരും. ഇപ്പോൾ 10 ഓർഡറിൽ നിന്നുള്ള ലാഭം കിട്ടണമെങ്കിലോ നിങ്ങൾ 100 കസ്റ്റമറെ എത്തേണ്ടതായിട്ട് വരും. ഹൈ ടിക്കറ്റുകാരൻ 10 ഓർഡർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് 100 ഓർഡർ കിട്ടേണ്ടതായിട്ട് വരും. ഹൈ ടിക്കറ്റുകാരനെ 100 ഓർഡറിലുള്ള ലാഭം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് 1000 കസ്റ്റമേഴ്സിനെ കണ്ടെത്തേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ 1000 സെയിൽ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഹൈ ടിക്കറ്റും ലോ ടിക്കറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അതായത് 200 രൂപയുടെ ഐഫോൺ കേസ് വിൽക്കുന്ന അതേ സമയം തന്നെയാണ് 2000 രൂപയുടെ ഐഫോൺ കേസ് വിൽക്കാനും നമുക്ക് വന്നത്. രണ്ടും സെയിം സമയം തന്നെയാണ്. 200 രൂപയുടെ ഐഫോൺ കേസ് വിൽക്കുന്ന അതേ എഫേർട്ട് തന്നെയാണ് 2000 രൂപയുടെയും ഐഫോൺ കേസ് വിൽക്കാൻ നേരത്ത് നമുക്ക് വന്നത്. 200 രൂപയുടെ ഐഫോൺ കേസ് എടുക്കാൻ പറ്റിയ കസ്റ്റമറെ കണ്ടെത്താനുള്ള അതേ മാർക്കറ്റിംഗ് കോസ്റ്റ് തന്നെയാണ് 2000-ന് വിൽക്കുന്ന ഐഫോൺ കേസ് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും സെയിം മാർക്കറ്റിംഗ് കോസ്റ്റാണ്. ഇത് ഏറെക്കുറെ എല്ലാം സെയിമാണ്. ഒരു വ്യത്യാസമുണ്ട്, അത് പ്രോഫിറ്റാണ്. ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും, ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾക്ക് ലോ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ 10 മടങ്ങ് അധികം നമുക്ക് ഹൈ ടിക്കറ്റ് ഐഫോൺ കേസുകൾ വിൽക്കാൻ നേരത്ത് നമുക്ക് കിട്ടും. ഇത് കുറേ കൂടി എളുപ്പമാണ്. നമ്മുടെ സമയം ഏറെക്കുറെ നമ്മൾ ഒന്ന് തന്നെയാണ് സ്പെൻഡ് ചെയ്യണത്. നമ്മളുടെ എഫേർട്ട് ഏറെക്കുറെ സെയിം തന്നെയാണ്. മാർക്കറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന എമൗണ്ട് ഏറെക്കുറെ സെയിമാണ്. പക്ഷേ ലാഭം അധികം കിട്ടുമെങ്കിൽ അധിക സമയത്തും ഈ ഹൈ ടിക്കറ്റ് ഫോളോ ചെയ്യലായിരിക്കും കുറച്ചും കൂടി നിങ്ങളുടെ ഇൻകം ഗോൾ മീറ്റ് ചെയ്യാനായിട്ട് കുറേ കൂടി എളുപ്പമായിട്ട് വന്നത്. ഇനി ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റുകളുടെ അല്ലെങ്കിൽ സർവീസുകളുടെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അതായത് എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകളിൽ അധികവും അവർക്ക് ഈ വില കൂടിയ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ഒന്നല്ലെങ്കിൽ അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടും ഹൈ ടിക്കറ്റ് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ആളുകളുടെയും സ്ട്രാറ്റജി ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു. ഒരു മാർക്കറ്റിലൊരു പ്രൈസ് ഉണ്ട്, അതിന് തൊട്ട് താഴെ പിടിച്ച്
വില കുറച്ച് വിൽക്കലാണ് സാധാരണ ആളുകളുടെ എല്ലാം സ്ട്രാറ്റജി. വില കൂട്ടി വിൽക്കുക എന്നുള്ളത് അവർക്ക് കുറച്ച് പേടിയുള്ളതോ അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ അധികം ആളുകൾക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ടത്ര കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ നേരത്ത് കുറഞ്ഞ എണ്ണം കസ്റ്റമേഴ്സിനെ കൊണ്ട് തന്നെ നമ്മളുടെ ഇൻകം ഗോൾ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടിയാലും എന്താ പ്രശ്നം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. ചില പ്രശ്നങ്ങൾ അതിലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കസ്റ്റമേഴ്സിനെ കണ്ടെത്തൽ അത്ര എളുപ്പമല്ല. നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശിച്ച വിഭാഗം കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് ചെറിയ ലാഭം കൊടുത്താണ് നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. അതിന് വേണ്ടത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ഒരുക്കി വെക്കണം. ഇത്രയും കസ്റ്റമേഴ്സിനെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അത് കുറച്ച് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും. ഈ അധികം കസ്റ്റമേഴ്സ് വന്ന് വളരെ ചെറിയ ലാഭം കൊടുത്ത് ചെയ്യാൻ നേരത്ത് ഹൈ ടിക്കറ്റ് അധികം സമയം നമുക്ക് ഒരു വൺ മാൻ ഷോ പോലെ ചെയ്യാനായിട്ട് പറ്റും. 1 ആൾ 2 ആൾ 3 ആളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുറേ കൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അതായത് നമുക്ക് ആവശ്യത്തിന് റൂമുണ്ട്. ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ അകത്തൊരു റൂമുണ്ട്. അത് വളരെ ഇടുങ്ങിയ റൂമാണെങ്കിൽ നമ്മളൊരു കട്ടിലിടാൻ നേരത്ത് തന്നെ അതിൻ്റെ സ്പേസ് കംപ്ലീറ്റ് പോയാണ്. എന്നാൽ വിശാലമായിട്ടുള്ള റൂമാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കട്ടിലിടാം, മേശയിടാം, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ടേബിൾ വെക്കാം, പല കാര്യങ്ങൾ ചെയ്യാം. ഈ റൂമെന്ന് ഉദ്ദേശിച്ചത് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ പ്രൊഡക്റ്റ് ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റാണ്. ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ കസ്റ്റമേഴ്സിന് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പലരും വാങ്ങിച്ചു. അപ്പോൾ ചില കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്ത് തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതായതുകൊണ്ട് നിങ്ങളുടെ പാക്കേജിംഗ് ഒക്കെ പെട്ടെന്ന് ചിളങ്ങിപ്പോയാണ്, കാർഡ്ബോർഡൊക്കെ ചിളങ്ങിപ്പോയാണ്. ഈ ചിളങ്ങിയ പ്രൊഡക്റ്റ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്? അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കാർഡ്ബോർഡിൻ്റെ കട്ടി കൂട്ടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ മാനുഫാക്ചറർ പോയി കണ്ട് അവരുടെ അടുത്ത് പറയും ഇതിൻ്റെ കട്ടി കൂട്ടണം എന്ന് പറയും. അപ്പോൾ അവർ പറയും അതിന് കുറച്ച് റേറ്റ് ആവും. നിങ്ങൾക്ക് വേണ്ടത്ര നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ആ മാനുഫാക്ചർക്ക് അവർ പറയുന്ന തുക കൊടുത്ത് ഈ പ്രൊഡക്റ്റിൻ്റെ ഈ പാക്കേജിങ്ങിൻ്റെ കട്ടി കൂട്ടണതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല. എന്നാൽ നിങ്ങൾ വളരെ നാരോ മാർജിനിൽ കിടന്ന് കളിക്കുന്ന ഒരാളാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് മാത്രമേ നിങ്ങൾ എടുക്കണുള്ളൂങ്കിൽ ഈ മാനുഫാക്ചറുടെ അടുത്ത് എല്ലാം നേരത്ത് നിങ്ങളുടെ പ്രോഫിറ്റ് മുഴുവൻ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് വില കൂട്ടാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടി കുറച്ചത് തന്നെ കോസ്റ്റ് കുറച്ച് വില കുറച്ച് കസ്റ്റമേഴ്സിന് വിൽക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വിൽക്കാൻ നേരത്ത് നിങ്ങൾ അധികം അട്രാക്റ്റ് ചെയ്യുന്നത് ഏത് വിഭാഗം കസ്റ്റമേഴ്സിനെ ആയിരിക്കും? പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ആയിരിക്കും. അവർ വരാൻ നേരത്ത് നിങ്ങൾ വില കൂട്ടിയെന്ന് അറിയാൻ നേരത്ത് അവരെന്താ ചെയ്യുക? മറ്റേതെങ്കിലും പ്ലെയേഴ്സ് ആ മാർക്കറ്റിലുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകും. കാരണം പുതിയ ആളുകൾക്ക് വില കുറച്ച് കൊടുക്കാനായിട്ട് ഈസി ആയിട്ട് ഒരാൾക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ട് നിങ്ങളെ അണ്ടർകട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൈസിനെ അണ്ടർകട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ചെയ്യുന്നവർക്ക് അവർക്ക് പ്രോബ്ലം ഒട്ട് സോൾവ് ചെയ്യാനും പറ്റില്ല, വില ഒട്ട് കൂട്ടാനും പറ്റില്ല. ഇങ്ങനത്തെ ഒരു ട്രാപ്പിൽ വന്ന് പെടും. ഹൈ ടിക്കറ്റുകാർക്ക് ഈ പ്രശ്നമല്ല. അവർക്ക് ഓൾറെഡി നല്ല പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് അവർക്കിപ്പോൾ 1000 രൂപയുടെ പ്രോഫിറ്റിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതിൻ്റെ ചിലപ്പോൾ ഒരു 100 രൂപയോ 150 രൂപയോ അവിടെ അവർക്ക് ഈ പാക്കേജിങ്ങിന് വേണ്ടി സ്പെൻഡ് ആയാലും സ്റ്റിൽ 850 രൂപ അവർക്ക് ലാഭമുണ്ട്. ഇതൊരു 200 രൂപക്ക് ഐഫോൺ കേസ് വിൽക്കുന്ന ഒരാൾ ചെയ്താലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിത് ഉദാഹരണം പറയണതാണ്. ഇത് എക്സാക്റ്റ് ഐഫോൺ കേസ് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ജസ്റ്റ് ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയണതാണ്. ഇതാണ് ഹൈ ടിക്കറ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വില കൂടിയ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ നേരത്ത് നമുക്ക് വേറെയും ചില ബെനിഫിറ്റുകളുണ്ട് ഈ ലോ ടിക്കറ്റ് വിൽക്കുന്നതിലും. അതിൽ പ്രധാനപ്പെട്ടതാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ക്യാക്ക് എന്ന് നമ്മൾ ചുരുക്കി പറയും. ഒരു കസ്റ്റമറെ കണ്ടെത്താൻ നമുക്ക് ചിലവായ തുക, ഇതിനെയാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് നമ്മൾ പറയണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഓൺലൈനിലേക്കാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത്, 200 രൂപയുടെ ഐഫോൺ കേസാണ് നിങ്ങൾ സെല്ല് ചെയ്യണത്. 200 രൂപയുടെ ഐഫോൺ കേസ് സെല്ല് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് വേണ്ടത്ര ഓർഡറുകളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് കൊടുക്കും, പരസ്യം കൊടുക്കും. 200 രൂപയ്ക്ക് നമ്മൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടണ ഒരു കസ്റ്റമറെ ആയിരിക്കും. ഈ ഒരു കസ്റ്റമറെ കണ്ടെത്താൻ നമുക്ക് ചിലവായത് എത്രയാണ്? 200 രൂപ. നിങ്ങളുടെ അടുത്ത് ആകെ വിൽക്കാനുള്ളത് എന്താ? 200 രൂപയുടെ ഒരു ഐഫോൺ കേസ്. എൻ്റെ വില തന്നെ ആ ഒരു പെർ സെയിലിലെ എൻ്റെ വാല്യൂ തന്നെ നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. സെയിം സാധനമാണ് വിൽക്കുന്നത്, ഒന്നിന് വില കൂടുതലാണ്, ഒന്നിന് വില കുറവാണ്. എന്നാൽ അതേസമയം നിങ്ങളൊരു 2000 രൂപയുടെ ഹൈ ടിക്കറ്റ് ഐഫോൺ കേസാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിലോ ഒരു കസ്റ്റമറെ കണ്ടെത്താൻ 200 രൂപയാണ് നിങ്ങൾക്ക് സ്പെൻഡ് ആയിട്ടുള്ളൂ.
അപ്പോൾ എന്താ വെച്ചാൽ 1000 രൂപ അതിൽ ലാഭം ഉണ്ടെങ്കിൽ 200 അതിൽ നിന്ന് കുറച്ചാൽ പോലും സ്റ്റിൽ നമുക്ക് 800 രൂപ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ 200 രൂപയുടെ വിൽക്കുന്ന ആൾക്ക് ഒരു പ്രോഫിറ്റും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആകെ ഓർഡർ വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നെ 200 രൂപയാണ്. കസ്റ്റമറെ കണ്ടെത്താൻ ചിലവായതാ അതും 200 രൂപ. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചേക്കണത്? 100 രൂപയുടെ നഷ്ടം വന്നു. ഒരു സൈഡിൽ ലോ ടിക്കറ്റ് ചെയ്യാൻ നേരത്ത് 100 രൂപയുടെ നഷ്ടം, മറു സൈഡിൽ ഹൈ ടിക്കറ്റ് ചെയ്യാൻ നേരത്ത് 800 രൂപയുടെ ലാഭം. ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനിലെല്ലാം ചെയ്യാൻ നേരത്ത് ഈ ചില്ലറ ലാഭത്തിൻ്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ പലരും ചിലപ്പോൾ പറയായിരിക്കും, അപ്പോൾ ലോകത്തിനിപ്പോൾ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകളൊന്നും വേണ്ട, എല്ലാവരും ഹൈ ടിക്കറ്റ് വിൽക്കണമെന്നാണോ പറയണത്? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. 2 മെത്തേഡുകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പിക്ക് ചെയ്യുക. ചില ആളുകൾക്ക് ഒരുപാട് കസ്റ്റമർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് അവർക്കിഷ്ടം. അങ്ങനെ എല്ലാ കസ്റ്റമറും ഡീൽ ചെയ്യണത് അവരൊരു പാഷനാണ്. ഒരുപാട് മാർക്കറ്റ് ഷെയർ അങ്ങനത്തെയൊക്കെ കൺസെപ്റ്റുള്ള ആളുകളുണ്ട്. നിങ്ങൾ ആദ്യപ്പെട്ട ആളാണെങ്കിൽ അത് ചെയ്യാം. ഈ ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിറ്റും ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ ഒരുപാടുണ്ട്. എന്നാൽ മറുവശത്ത് ഒരുപാട് ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ചും കൂടി ഈസി ആയിട്ട്, കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് കുറച്ച് ഫ്രീഡത്തോടു കൂടിയൊക്കെ സെല്ല് ചെയ്യണമെങ്കിൽ അധിക സമയം ഈ ഹൈ ടിക്കറ്റാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരാം. ഇപ്പോൾ പ്രവാസികളൊക്കെയാണ് ഇത് കാണണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ജീവിക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം കൂടിയ രാജ്യങ്ങളിലാണ്. സൗദി, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, UAE പോലുള്ള സ്ഥലങ്ങൾ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലാണ്. അതായത് അവിടെയുള്ള കസ്റ്റമേഴ്സിന് ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടാവും. എല്ലാ ചിലവുകളും കഴിഞ്ഞ് കുറച്ച് പണം അവരുടെ അടുത്ത് ബാക്കിയുണ്ട്. നല്ല റോബസ്റ്റ് എക്കോണമിയാണ്. അതായത് വലിയ യുദ്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പൈസ പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല. എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യണം, എന്താ ഇപ്പോൾ വാങ്ങിക്കുക എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഹൈ ടിക്കറ്റ് കളികൾ ദുബായിലും അതുപോലെ തന്നെ UAE, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയതാണ്. പക്ഷേ അവിടെയും പലരും ഈ പെർ ക്യാപിറ്റ ഇൻകം കൂടിയ രാജ്യങ്ങളിൽ പോലും ഈ ചെറിയ വാല്യൂ പ്രൊഡക്റ്റുകൾ കിടന്ന് കളിക്കുന്നുണ്ട്. അതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് ഈ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ പ്രവാസികൾക്ക് അവിടെ പരീക്ഷിച്ച് നോക്കാം. പ്രത്യേകിച്ച് UAEയിലെല്ലാം നിൽക്കുന്ന ആളുകൾ. കാരണം ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഈ നിങ്ങളിട്ട വില തന്ന് വാങ്ങാൻ പറ്റിയ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഹൈ ടിക്കറ്റും ഉണ്ട്, ലോ ടിക്കറ്റും ഉണ്ട്. ഞാൻ രണ്ടിൻ്റെയും വ്യത്യാസം പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ബെനിഫിഷ്യൽ എന്ന് തോന്നണത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിലൂടെ എങ്ങനെയാണ് പ്രൊഡക്റ്റുകളും സർവീസുകളും വിൽക്കുന്നതെന്നാണ് ആ ഗ്രൂപ്പിൽ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിലെല്ലാം പങ്കെടുക്കാം. ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം.